നമ്മുടെ മുൻപിലായിരിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ടാലോ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്നാണ് നാം വിളിക്കപ്പെടുക. അങ്ങനെയാണ് താനും. നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത ഈ സമയം പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടുന്നതിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന എൻ്റെ ഈശോയെ, എന്നെ നിന്റെ ചങ്കോട് ചേർത്ത് വയ്ക്കാനായിരുന്നില്ലേ നീ കാൽവരിയിൽ യാഗമായത്? എനിക്കെന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും, കുറവുകളുടെ കൂമ്പാരമാണ് ഞാനെങ്കിലും, ഈശോയ്ക്ക് ഞാൻ എന്നും ഈശോയുടെ സ്വന്തം കുഞ്ഞാണ്. ഉള്ളു തട്ടി ഞാൻ എൻ്റെ ഈശോയെ എന്ന് വിളിക്കുമ്പോഴെല്ലാം 2 കൈ നീട്ടി ഈശോ നീ എൻ്റെ അരികിലേക്ക് വരാറുണ്ടല്ലോ. ആ ഈശോയുടെ കരവലയത്തിൽ നിന്നുകൊണ്ട് ആ തിരുഹൃദയത്തിലെ ചൂടും സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ മണിക്കൂറിൽ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു. ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു. ഈശോയെ, നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു. ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു. എൻ്റെ നല്ല ഈശോയെ, ഇപ്പോൾ നിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും ഈശോയെ നീ കരുണയോടെ ഒന്ന് നോക്കണമേ. പല രാത്രികളിലും ഒന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിയാതെ, ശാന്തമായി ഒന്ന് ഉറങ്ങാൻ സാധിക്കാതെ കരഞ്ഞ് കരഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുന്ന അനേകം ആളുകൾ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് തമ്പുരാനെ. രോഗം കൊണ്ടും കടബാധ്യത കൊണ്ടും കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും മക്കളെക്കുറിച്ച് ഓർത്തുള്ള ആദി കൊണ്ട് ജോലിയില്ലാത്ത അവസ്ഥകൾ, കയറിക്കിടക്കാനൊരു ഭവനമില്ലാത്ത മക്കൾ, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ, പഠിക്കാൻ പറ്റാത്തത് മൂലം വേദനിക്കുന്നവർ, ഒരുപാട് തവണ പലവിധ പരീക്ഷകൾ എഴുതിയിട്ടും വിജയിക്കാൻ പറ്റാതെ ജീവിതത്തിൽ ഒരു നല്ല കാലമുണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഒത്തിരി അസ്വസ്ഥപ്പെടുന്നവർ, മക്കളുടെ സ്നേഹം കിട്ടാത്ത മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത മക്കൾ, ഈശോയെ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നീറി കഴിയുന്ന മക്കളാണ് കർത്താവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, നിൻ്റെ ഈ പ്രിയപ്പെട്ട മക്കൾ എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന അവരുടെ ഓരോ നിയോഗങ്ങളെയും ഈ സമയം ഈശോയെ ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത അനേകം മക്കൾ ഈശോയെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും
ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് കാത്തു കാത്തു പ്രാർത്ഥിച്ചിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ഓരോ മക്കളെയും ഞാൻ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ എല്ലാ മക്കളെയും സമയം ചേർത്ത് വയ്ക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. അതോർത്ത് വേദനിക്കുന്നവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നീറിക്കഴിയുന്ന നിൻ്റെ എല്ലാ മക്കളെയും ഈശോയെ സമർപ്പിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിൻ്റെ ഉറക്കമില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുടെ മധ്യേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിൻ്റെ പ്രശ്നങ്ങളെ, കണ്ണുനീരിനെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. അവൻ അത് ഏറ്റെടുക്കും. എല്ലാ വാതിലുകളും നിനക്കെതിരായി അടഞ്ഞാലും തകർന്നു പോയി എന്ന് കരുതി പിന്തിരിയരുത്. വിശ്വസിക്കുക. ശ്രേഷ്ഠമായ നന്മയാൽ അടഞ്ഞവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഈ രാത്രി നിനക്കായി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം നാളത്തെ പ്രഭാതത്തിൽ നിൻ്റെ കണ്ണുകൾ ദർശിക്കുവാൻ അവിടുന്ന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഏതവസ്ഥയിലിരുന്നും മനസ്സറിഞ്ഞെന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്നവനാണ് നമ്മുടെ ദൈവം. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എൻ്റെ ജീവിക്കുന്ന ദൈവം എന്നോട് കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഈശോയെ ഭാരപ്പെടണം? ഞാൻ എന്തിന് ഈശോയെ ഭയപ്പെടണം? ഞാൻ ആരെ പേടിക്കണം? യെശയ്യായുടെ പുസ്തകം 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മക്കളെ, ഈ വചനം ഈ സമയം വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്തേ. നിൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിന് വലിയ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ വചനത്തിന് സാധിക്കും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. വചനത്തിൻ്റെ അഭിഷേകം നിറയാനായിട്ട് പ്രാർത്ഥിച്ച് ഈശോ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആമേൻ. ഈശോ, ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈശോയെ, ഇപ്പോൾ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന നിൻ്റെ സകല മക്കളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ വചനം ഈ മക്കൾക്ക് സംരക്ഷണമായി മാറട്ടെ. ഈ രാത്രിയിൽ ഈ മക്കൾക്ക് ഈ വചനം കൂട്ടാകട്ടെ. ഈശോയെ, ഇവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ കർത്താവ് ഈ സമയം തന്നെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശോകഗാനം ഒഴുകി വന്നു ഒരു ദേവ മനസ്സിൻ മലർക്കോവിലിൽ ഒരു യാഗവേദിയൊരുങ്ങി നിന്നു. ഒരു ബലിയാടിൻ മിഴി നനഞ്ഞു ഒരു ശോകഗാനം ഒഴുകി വന്നു ഒരു ദേവ മനസ്സിൻ മലർക്കോവിലിൽ ഒരു യാഗവേദിയൊരുങ്ങി നിന്നു. ഒരു ബലിയാടിൻ മിഴി നനഞ്ഞു ഒരു ശോകഗാനം ഒഴുകി. ഈ രാത്രി നമ്മൾ വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് കുരിശിൻ്റെ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമക്കളെ, അതിശക്തമായൊരു പ്രാർത്ഥനയാണിത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ ഈ കൊച്ചു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തണം. ഈശോയുടെ വലിയ സംരക്ഷണം ലഭിക്കുന്ന, കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ മരണക്കട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി
മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകൂടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഈ ഭവനത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പിയുടെ തിരുനിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്നതുപോലെ ഞങ്ങളെ നയിച്ചാലും. ആമേൻ. നമുക്ക് ഈ രാത്രി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയുടെ എല്ലാ അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും നമ്മളെല്ലാം, നമ്മുടെ കുടുംബമൊക്കെ സംരക്ഷിക്കപ്പെടട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ മറിയത്തിൻ്റെ സ്തോത്രഗീതം വളരെ ശക്തിയുള്ള, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയത്തിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ സാത്താൻ ഓടി മറിയുമെന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ പരിസരത്തേക്ക് പോലും സാത്താന് പ്രവേശിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. നമുക്കൊന്നിച്ച് അമ്മയോട് ചേർന്ന് മറിയത്തിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമുക്ക് നന്ദിയോടെ ഈശോയുടെ മുമ്പിലായിരിക്കാം. ഈശോയെ, ഈ രാത്രിയിൽ, ഈ സായം സന്ധ്യയിൽ ഒരിത്തിരി സമയം നിൻ്റെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളിതാ വിശ്രമിക്കാനായി പോകുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ കൂടെയുണ്ട്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നീ ഞങ്ങളെ കരുതുന്ന നാഥനാണ്. ഞങ്ങളിനി ഒന്നിനെക്കുറിച്ച് ഓർത്തും ആകുലതയില്ല, ഭയമില്ല. ഈശോ, നീ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. നന്ദി ഈശോയെ. തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്രമിക്കാനായി പോകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഈശോയെ നിൻ്റെ കരങ്ങളിൽ ഇതാ ഭരമേൽപ്പിക്കുന്നു. കൂടെയായിരിക്കുന്ന മക്കൾ, അകലങ്ങളിലായിരിക്കുന്ന മക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, എല്ലാവർക്കും നിൻ്റെ വലിയ സംരക്ഷണം, കരുതൽ, സ്നേഹം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുദിനവും കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.